മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പണം തട്ടാൻ വേണ്ടിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. തങ്ങൾക്കെതിരെ 17-കാരിയുടെ പരാതിയുണ്ടെന്ന പ്രതിയുടെ വാദം തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. കാപ്പ ചുമത്തിയ പ്രതി മുഹമ്മദ് റോഷനെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നത്. ഈ മുസ്ലിം ലീഗ് അധ്യക്ഷനപ്പുറം ഒരു സമുദായ നേതാവ് കൂടിയാണ് സാദിഖ് അലി തങ്ങൾ. ഇത് മറ്റു പല രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. സൈബറിടത്തിൽ വലിയ രീതിയിൽ തങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമുണ്ടായിരുന്നു. ഈ മുഹമ്മദ് റോഷൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടോ, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ടോം, തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ ഒരു ഒരു ആരോപണം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായിട്ട് വന്നിരുന്നത്. അപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് റോഷനെ പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച പോസ്റ്റ് അത് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്, മോർഫ് ചെയ്തതാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉണ്ട് എന്ന് പ്രചരിച്ചിരുന്ന പരാതി അത് കള്ളമാണ്. അങ്ങനെ പരാതിപ്പെടാൻ തയ്യാറായ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച യുവതിയെ കുറിച്ച് പോലീസ് ഒരുപാട് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇല്ലാത്ത ഒരാളെ പറ്റി ഇല്ലാത്തൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞ് വ്യാജമായി ഒരു മോർഫ് ചെയ്ത പടം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു പ്രതി എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ റോഷൻ ഇത് ഒറ്റയ്ക്കല്ല ചെയ്തത് എന്നും പോലീസ് കരുതുന്നുണ്ട്. ഇതിൽ കുറച്ചുപേരുടെ സഹായം കൂടി കിട്ടിയിട്ടുണ്ട്. അക്കാര്യങ്ങളെ കുറിച്ചും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല, റോഷന്റെ കൈവശമുണ്ടായിരുന്ന ടാബ്ലറ്റുകളും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ ഇതൊക്കെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒന്നും പാസ്വേഡ് നൽകാനോ അത് അന്വേഷണവുമായി സഹകരിക്കാനോ ഇയാൾ തയ്യാറാകാത്തത് പോലീസിന് അല്പം പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. മാത്രമല്ല, നേരത്തെ തന്നെ കാപ്പ കേസിൽ പ്രതിയാണ് ഇയാളെ. അത് മുൻപ് ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന തരത്തിൽ ഇയാൾക്ക് നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഇയാൾ അതൊന്നെല്ലാം രക്ഷപ്പെട്ടത്. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ല ഇയാൾ പോലീസിനെയും മറ്റും കബളിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും നിലവിൽ ഇയാൾ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് ഇപ്പോഴുള്ളത്. ഇനി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ഇയാളുടെ കൂട്ടുപ്രതികൾ ആരൊക്കെ, അതുപോലെ തന്നെ ഇയാൾ വ്യാജമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പോസ്റ്റുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്, കൂടുതൽ ആരെങ്കിലും ഈ ഒരു ആരോപണത്തിലേക്ക് വലിച്ചിഴക്കാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇനി അന്വേഷണം നടക്കാനുള്ള കാര്യങ്ങൾ. അനുമോദ്, ഈ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഈ വ്യാപകമായ രീതിയിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വന്നൊരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, അതിനു മുൻപ്, അതായത് ജനുവരി 31-ന് മൊയ്ൻ അലി തങ്ങളെ പെരിന്തൽമണ്ണയിലെ ഒരു മാളിലേക്ക് വിളിച്ചു വരുത്തി വ്യാജ ചിത്രങ്ങൾ കാണിച്ചത് മോശം രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നല്ലോ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇയാളിലേക്ക് അതായത് ഈ പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത്? മാത്രമല്ല, ഇത് പണം തട്ടുന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ ഉൾപ്പെടെ അപകീർത്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? ഇതില് രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല, അല്ലെങ്കിൽ അത്തരം സംശയങ്ങളുമില്ല. വ്യക്തിപരമായിട്ടൊരാൾ ചെയ്തു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ജനുവരി 31-ാം തീയതി ഇത്തരത്തിലൊരു നീക്കം നടത്തിയപ്പോൾ അന്ന് മൊയ്ൻ അലി തങ്ങളും മറ്റും കരുതിയത് ഇയാൾ വെറുതെ ഭീഷണിപ്പെടുത്തിയതാകാം, പണം തട്ടാൻ മറ്റു നടപടികൾ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു എന്നാണ്. പക്ഷെ പിന്നീട് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രചരിപ്പിക്കാൻ ഇയാൾ തയ്യാറായപ്പോഴാണ് ഇതിലൊരു ഗൗരവം മനസ്സിലാവുന്നതും തുടർന്ന് അന്നത്തെ സംഭവം ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുക്കുന്നത്. അതായത് ഇയാൾ ചോദിച്ച പണം നൽകാൻ തയ്യാറാകാത്തതാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രചാരണത്തിലേക്കൊക്കെ വഴിയൊരുക്കിയത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സാമ്പത്തിക നേട്ടം മാത്രമായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിലൊരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് ആരെങ്കിലുമൊക്കെ ഏറ്റുപിടിക്കുമെന്നും തുടർന്ന് ഇവർ പണം നൽകാൻ തയ്യാറാകുമെന്നൊക്കെ ഒരു ചിന്തയും പ്രതിക്കുണ്ടായിരുന്നു എന്ന് വേണം കരുതുവാൻ. അങ്ങനെ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു നീക്കത്തിന് അയാൾ തയ്യാറായതെന്ന നിഗമനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉള്ളത്.
എന്നിട്ടെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പോലീസ് കൃത്യമായി പറയുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് ആരും ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ ഒരു ആരോപണത്തിന്റെ പിന്നാലെ സാദിഖലി തങ്ങൾക്കെതിരെയോ ലീഗിനെതിരെയോ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിൽ സാമ്പത്തിക നേട്ടം മാത്രം മുന്നിൽ വെച്ച് ഈ പ്രതി നടത്തിയ ഒരു നീക്കമായിട്ട് തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. തീർച്ചയായും നിലവിൽ ഈ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇയാളുടെ മറ്റ് കൂട്ടുപ്രതികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? മാത്രമല്ല അന്ന് ഈ തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റ് നിരവധി ആളുകൾ ഷെയർ ചെയ്തിരുന്നു, പ്രചരിപ്പിച്ചിരുന്നു. അത് ഫേസ്ബുക്കിൽ മാത്രമല്ല വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ ഒക്കെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം നടത്തുന്നത്? ഈ ഒരു പോസ്റ്റ് വന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് നേരത്തെ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്തിരുന്നു. അതിനെതിരെ മെറ്റയ്ക്കും പരാതി പോയിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ പോസ്റ്റ് പങ്കുവെച്ചവരെ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്തവരെ കണ്ടെത്തുക എന്നുള്ളത് പൂർണ്ണമായിട്ടും നടപ്പായിട്ടില്ല. കാരണം അതിന്റെ പ്രധാന കണ്ണിയെ പിടികൂടിയ ശേഷം തെരഞ്ഞെടുപ്പിന്റെ മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്കും തിരക്കിലേക്കും കടന്നതോടെ മറ്റു തരത്തിലേക്ക് അന്വേഷണത്തിലേക്ക് മാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നുണ്ടെങ്കിലും ഇതിൽ ഇനി അറിയാനുള്ളത് മറ്റു കൂട്ടുപ്രതികൾ ആരൊക്കെ എന്നുള്ളത് തന്നെയാണ്. ഈ റോഷനുമായി ബന്ധപ്പെട്ട് മുൻപും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തവരെ തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒരു തലവേദന അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ടുള്ളത് ഇയാൾ ഉപകരണങ്ങൾ, അതായത് ഏതെല്ലാം സോഫ്റ്റ്വെയറിലാണ് ഇത് ചെയ്തതെന്ന് അറിയണം, ഏതെല്ലാം ഉപകരണങ്ങളാണ് ഇത് ചെയ്തത്. അതിന് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ അതൊക്കെ അൺലോക്ക് ചെയ്ത് കൊടുക്കണം. അതിന്റെ പാസ്വേഡ് ഇയാൾ നൽകുന്നില്ല, അതിന് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് സാങ്കേതിക വിദഗ്ധരുടെ കൈവശമാണ്. അവരുടെ സഹായത്തോടു കൂടി ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നത്. CV അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.